കുമരകം ബോട്ട് ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും സ്മരണാഞ്ജലിയുമായി അരങ്ങ്. 2002 ജൂലൈ 27 നടന്ന ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട 29 പേരുടെ ഓർമ്മയ്ക്കായി മുഹമ്മ ബോട്ട് ജെട്ടിയിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. കുമരകം ബോട്ട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മ പുതുക്കി അരങ്ങിന്റെ നേതൃത്വത്തിൽ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. കർക്കിടകത്തിന്റെ കാർമേഘങ്ങൾ നിറഞ്ഞ പ്രഭാതത്തിൽ നടന്ന ചടങ്ങിൽ ദുരന്തത്തിൽ മരിച്ച 29 പേരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ ദീപം തെളിയിച്ചും പുഷ്പാർച്ചന നടത്തിയുമാണ് സ്മരണാഞ്ജലി അർപ്പിച്ചത്. 2002 ജൂലൈ 27 മുഹമ്മ കുമരകം യാത്രയ്ക്കിടെ ഉണ്ടായ ബോട്ട് ദുരന്തത്തിൽ ഒരു പിഞ്ചു കുഞ്ഞുൾപ്പെടെ 29 പേരാണ് മരിച്ചത്. ഇവരുടെ ഓർമ്മയ്ക്കായി സംഘടിപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്തവരുടെ മനസ്സിൽ വേദന നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ നിർവഹിച്ചു. കൊണ്ട് നടക്കുന്ന ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിലെ അംഗം 7ാം വാർഡിലെ അംഗം പ്രിയപ്പെട്ട സജി ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഈ ബോട്ടിൽ അന്നത്തെ യാത്രക്കാരനായിരുന്നു. സജിയോടൊപ്പം സഞ്ചരിച്ചിരുന്ന 29 ജീവനാണ് അന്ന് നഷ്ടമായത്. ഭാഗ്യം കൊണ്ട് സജി രക്ഷപ്പെട്ടു. ഇന്നും ആ നടുക്കുന്ന ആ ദുരന്തം മനസ്സിൽ വല്ലാതെ വേദനയോടുകൂടി കയറിക്കൊണ്ടാണ് സജി എന്നോടൊപ്പം ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഇന്നിപ്പോൾ ഈ പരിപാടിയിലും അന്ന് ആ ബോട്ടിനകത്തുണ്ടായിരുന്നവർ ഇവിടെ ഒത്തുചേർന്നിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും നമ്മുടെ ഈ പ്രദേശത്താകെ വേദന സമ്മാനിച്ച ആ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ വളരെ നടുക്കത്തോടു കൂടിയാണ് നമ്മളെല്ലാം എന്നും ഓർക്കാറുള്ളത്. ആ ഓർമ്മകൾ നമ്മൾക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു പ്രതീക്ഷ കൂടിയാണ് ഈ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുന്നത്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. അപകടമുണ്ടായ ബോട്ടിൽ യാത്ര ചെയ്ത കഞ്ഞിക്കുഴി പഞ്ചായത്ത് മെമ്പർ സജി, ബേബി തോമസ് കണ്ണങ്കര, അഭിലാഷ്, ചന്ദ്രൻ, ആർട്ടിസ്റ്റ് ബേബി മംഗളം, പ്രകാശൻ തണ്ണീർമുക്കം, അനിൽ ആര്യാട് എന്നിവർ സംസാരിച്ചു.